കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. നിങ്ങളെല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ നന്മയുടെ അതിരുകളെ വിസ്തൃതമാക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അന്ധകാരത്തിന്റെ ആധിപത്യത്തെ ഇല്ലാതാക്കി സ്നേഹത്തിന്റെ അതിരുകളെ, ആത്മീയവും ഭൗതികമായ നന്മയുടെ അതിരുകളെ നമുക്ക് വേണ്ടി ദൈവം വിസ്തൃതമാക്കും. സ്നേഹമുള്ളവരെ, അബ്രഹാത്തിന്റെ ദേശത്തിന്റെ അതിരുകളെ വിസ്തൃതമാക്കുവാൻ ദൈവം തീരുമാനിച്ച് അബ്രഹാത്തോട് പറഞ്ഞു, നിനക്ക് ലഭിച്ച ഈ തരിശുഭൂമിയിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ നൽകും. എഴുന്നേറ്റ് ഭൂമിക്ക് നടുകയും കുറുകയും നടക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കുവാൻ ദൈവം കടന്നുവരും. ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ജീവിത പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. അന്ധകാരത്തിന്റെ ആധിപത്യത്തെ ദൈവം നമുക്ക് വേണ്ടി ഇല്ലാതാക്കും. അതുകൊണ്ട് നമുക്ക് ലഭിച്ച വിളിയനുസരിച്ച് സുബോധത്തോടെ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണയും കരുതലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സർവസൈന്യാധിപനും സർവ അധികാരിയുമായ സകല നാമത്തിനും മേലായ നാമമുള്ളവനുമായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, ആമേൻ. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, ആമേൻ. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമാമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളവൻ. ആമേൻ, ഹല്ലേലൂയ. വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. കാൽവരിയിൽ ശത്രുവിന്റെ തലയെ തകർത്ത വിജയശ്രീലാളിതനായി യുദ്ധനായ നമ്മുടെ കർത്താവായ യേശു, അവിടുത്തെ അടിപ്പിണരിൽ നമുക്ക് സൗഖ്യമുണ്ട്. അക്കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും സമർപ്പിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ സകല രോഗങ്ങളും സമർപ്പിക്കാം. അവിടുന്ന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ആമേൻ, ഹല്ലേലൂയ. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ഋഷി മുഴങ്ങിയ വിജയോത്സവം യേശു രക്ഷനായകൻ. ഋഷി മുഴങ്ങിയ വിജയോത്സവം യേശു രക്ഷനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും
സർവശക്തനാകും യേശു. നമ്മുടെ ജീവിതത്തിലെ സകലവിധമായ പ്രതികൂലങ്ങളിലും നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവായ യേശു അവിടെ നിന്ന് നമുക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികൂലങ്ങളിൽ അവിടുത്തെ ശക്തി കടന്നു വരുവാനായി വിശ്വാസത്തോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിജയശ്രീലാളിതനായ കർത്താവിനെ ഈ നിമിഷം വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. യേശുവിൻ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തുവേശുവിൻ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴി ഒരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. ദേശം തുറന്നിടും, വഴി ഒരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഉറച്ചു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിലാപങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ അവിടുന്ന് സന്തോഷമാക്കി മാറ്റും. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നമ്മെ വിടുവിക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ജയവീരനായ സൈന്യാധിപനായ കർത്താവായ യേശു. ഹല്ലേലൂയ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാ. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാ. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധന ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധന ആത്മാവിനാൽ. ഹല്ലേലൂയ. സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. യേശു നല്ലവൻ, ദയവുള്ളവൻ, ജയവീരനാം സൈന്യാധിപൻ. ആമേൻ. ഹല്ലേലൂയ. നല്ലവൻ, ദയവുള്ളവൻ, ജയവീരനാം ആമേൻ. ഹല്ലേലൂയ. അത്ഭുതമന്ത്രിയും ജയവീരനുമായ നമ്മുടെ കർത്താവായ യേശു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല തോൽവികളെയും വിജയത്തിലെത്തിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.